Hello friends, welcome back to my channel. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിലെ ക്രിസ്മസ് ബോട്ടിൽ ആർട്ട് സീരീസിലെ മൂന്നാമത്തെ ബോട്ടിൽ ആർട്ട് ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ബോട്ടിൽ ഫുള്ളായിട്ട് ഒരു ബ്ലൂ കളർ അടിച്ചെടുക്കണം. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോയി കാണണം. അപ്പോൾ ഞാൻ നമ്മുടെ ബോട്ടിൽ ഇവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ എടുത്തിട്ടുള്ളത് ബുക്കിൻ്റെ ചട്ടയാണ്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, എന്തെങ്കിലും കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു വൈറ്റ് കളർ ഇതിലേക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റ് ബ്ലൂ കളറാണ് ഇത് വേണ്ടത്. നമ്മൾ ബോട്ടിൽ ഡാർക്ക് ബ്ലൂ കളറായതുകൊണ്ട് ഇത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കളറായിട്ട് വേണം. അപ്പോൾ നമുക്ക് അതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിഗോളോ യൂസ് ചെയ്ത് ഒട്ടിക്കാം. ഗ്ലൂ ഗണ്ണാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫെവിഗോളോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി ഈ ബോട്ടിലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. നമുക്ക് വൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. അപ്പോൾ ഒരെണ്ണത്തിനുള്ളിൽ ഞാൻ വരച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ സർക്കിളിൽ ഒന്ന് നിൽക്കാനുള്ള സ്പേസ് ഉള്ളൂ. കുറച്ചും കൂടി ഇതിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബ്രൗൺ കളർ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഇനി നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ മരക്കൈ ഉണ്ടല്ലോ അത് വരഞ്ഞെടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും കൂടിയും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ക്യാപ്പ് വരഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. റെഡ് ആകുമ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ആയതുകൊണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റെഡ് കളർ എടുത്തിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ ഒരു ക്യാപ്പാണ് വരഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ബ്ലാക്ക് കളർ എടുത്തിട്ട് അതൊന്ന് അതുമ്മ കൂടി ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ നെക്കിലായിട്ട് ഇതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറാണ്. നമുക്ക് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് റെഡ് കളർ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ പെയിൻ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് 3 ബട്ടൺസ് ആയിട്ട് വരഞ്ഞെടുക്കണം. ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് അത് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2 കണ്ണുകളും വരഞ്ഞെടുക്കണം. നമുക്ക് കുറച്ച് യെല്ലോയും ഓറഞ്ചൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മൂക്ക് വരഞ്ഞെടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ബോട്ടിലിൻ്റെ ഈ മേൽഭാഗങ്ങളിലായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം. ബോട്ടിൽ ഫുള്ളായിട്ടൊന്നും വേണ്ട, കുറച്ചായിട്ട് മതി.
നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ബോട്ടിലിലെ ഗ്യാപ്പുകളിലൊക്കെ ഫുള്ളായിട്ട് ഇതുപോലെ ഡോട്ട്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നേരത്തെ വരണ പോലത്തെ തന്നെ കുറച്ച് വലുത് ആയിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളടത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വൈറ്റ് ഡോട്ട്സ് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സർക്കിളിലെ ഉള്ളിലായിട്ടും നമുക്ക് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഒരു റിബൺ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ റിബൺ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ അടിഭാഗങ്ങളിലായിട്ട് നമുക്ക് കുറച്ച് പഞ്ഞി ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഫെവിക്കോൾ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് പഞ്ഞി ഒട്ടിച്ചെടുക്കാം. അടിഭാഗത്ത് മാത്രം മതി കേട്ടോ, മേലേക്ക് അധികമൊന്നും വേണ്ട. സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഈ സൈഡിലും കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പം അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പഞ്ഞി എടുത്തിട്ട് ഈ ബോട്ടിലിൻ്റെ മേൽഭാഗത്ത് ഇതേപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബോട്ടിലിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.